ബ്രഹ്മോസിനേക്കാൾ മാരകം, അഗ്നി 5-നേക്കാൾ മിടുക്ക്. ഇത് മാത്രമല്ല, ആക്രമിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ഇന്ത്യയുടെ അടുത്ത തലമുറ മിസൈൽ എത്തുന്നു. പ്രതിരോധ നവീകരണത്തിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം എന്ന നിലയിൽ അടുത്ത തലമുറ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ തങ്ങളുടെ ആക്രമണ ശക്തി ശക്തിപ്പെടുത്തുകയാണ്. 5-ാം തലമുറ 6-ാം തലമുറ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ബ്രഹ്മോസ്, അഗ്നി 5 എന്നിവയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട പരിധി ഉയർത്താൻ കഴിയുന്ന ഒരു പുതിയ മിസൈലാണ് ഇന്ത്യയുടെ DRDO ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് കരസേനാ യുദ്ധക്കളങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച 1-ാം ലോക മഹായുദ്ധത്തിന്റെയും 2-ാം ലോക മഹായുദ്ധത്തിന്റെയും കാലഘട്ടത്തിൽ നിന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യ, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളുടെയും ഡ്രോണുകളുടെയും നെറ്റ്വർക്ക് ആയുധങ്ങളുടെയും ഒരു യുഗത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാജ്യങ്ങൾ 6-ാം തലമുറ യുദ്ധ സംവിധാനങ്ങളിലേക്ക് കുതിക്കുകയാണ്. അടുത്ത ലെവൽ സൈനിക സാങ്കേതിക വിദ്യയിലേക്ക് വൻതോതിലാണ് എല്ലാ രാജ്യങ്ങളും നിക്ഷേപം നടത്തുന്നത് തന്നെ. നമ്മുടെ ഇന്ത്യയും ഈ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ഇന്ത്യയും ഈ മത്സരത്തിൽ ഒരു പങ്കാളി തന്നെയാണ്. 5-ാം തലമുറ 6-ാം തലമുറ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് സമീപ മാസങ്ങളിൽ സർക്കാർ അനുമതി നൽകി. അതേപോലെ തന്നെ പ്രാരംഭ വിഹിതം എന്ന നിലയിൽ 15,000 കോടി രൂപയാണ് ഇന്ത്യ അനുവദിച്ചിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്കും ആളില്ലാ സംവിധാനങ്ങൾക്കും പുറമെ മിസൈൽ സാങ്കേതിക വിദ്യയും ഒരു സമാന്തര മുൻഗണനയായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ ഒരു മിസൈൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിൽ എത്തുക മാത്രമല്ല, ആദ്യം അത് പരിശോധിക്കുകയും പ്രഹരമേൽപ്പിച്ച് തീരുമാനം സ്ഥിരീകരിക്കുകയും അതിനുശേഷം മാത്രമേ അതിന്റെ വിനാശകരമായ ശക്തി പ്രയോഗിക്കുകയും ചെയ്യുകയുള്ളൂ. ഇന്ത്യയുടെ ഈ പുതിയ സംവിധാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. അതെ, ഇന്ത്യൻ വ്യോമസേനയ്ക്കായി അടുത്ത തലമുറ ക്രൂയിസ് മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ മിസൈൽ ഇപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന നമ്മുടെ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഒരു പരമ്പരാഗത ക്രൂയിസ് മിസൈലിന്റെ ഫയർ പവറിനെ ഒരു ലക്ഷ്യപ്രദേശത്തെ ചുറ്റിത്തിരിയാനും അത് തത്സമയം നിരീക്ഷിക്കാനും സ്ഥിരീകരണത്തിന് ശേഷം മാത്രം ആക്രമിക്കാനുമുള്ള കഴിവുമായി സംയോജിപ്പിക്കുകയാണ്. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിക്ഷേപിച്ചാൽ മിസൈലിന് ഒരു നിശ്ചിത മേഖലയ്ക്ക് മുകളിലൂടെ ഒരു നിശ്ചിത സമയത്തേക്ക് വായുവിൽ പറക്കാൻ കഴിയും എന്നാണ് ഡിഫൻസ് റിസർച്ച് വിങ്ങിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഇത് തത്സമയം നിരീക്ഷണം നടത്തുകയും അന്തിമ ആക്രമണം നടത്തുന്നതിന് മുൻപേ ഓപ്പറേറ്റർമാർക്ക് ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിലവിലുള്ള ക്രൂയിസ് മിസൈലുകൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത പാത പിന്തുടരുകയും വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പുതിയ സംവിധാനത്തിൽ വിക്ഷേപണ വിമാനത്തിലെ ആയുധ സംവിധാന ഉദ്യോഗസ്ഥന് ലക്ഷ്യം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം ആക്രമിക്കാൻ സാധിക്കുന്നു. അതായത് തെറ്റായ ആക്രമണങ്ങളുടെയും സാധാരണക്കാരുടെ മരണങ്ങളുടെയും സാധ്യത കുറയ്ക്കാൻ ഈ സമീപനം സഹായിക്കും എന്നാണ് DRDO പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മോസ് അല്ലെങ്കിൽ അഗ്നി പരമ്പര പോലുള്ള നിലവിലുള്ള സംവിധാനങ്ങൾ ഇത്തരം ഒരു ശേഷിയില്ല. എന്തുകൊണ്ടാണ് ഈ മിസൈൽ ഇപ്പോൾ ബ്രഹ്മോസിനേക്കാൾ മാരകം എന്ന് പറയുന്നത്? അതായത് ഇതിന്റെ പ്രധാന വ്യത്യാസം തീരുമാനമെടുക്കലാണ്. ഈ അടുത്ത തലമുറ ക്രൂയിസ് മിസൈലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്ക് ചെയ്ത് സ്ഥിരീകരിക്കുന്നത് വരെ ഇത് ആക്രമിക്കില്ല. അഥവാ സ്ഥിരീകരണം ലഭിച്ചില്ല എങ്കിൽ ഇത് ആക്രമണം നടത്തുകയുമില്ല. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾക്കെതിരായ ഉയർന്ന മാരകത നിലനിർത്തുന്നതിനൊപ്പം കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ഉദ്ദേശിക്കുന്നത് തന്നെ. ഇതിന്റെ വാർഹെഡ് എന്ന് പറഞ്ഞത് കുറഞ്ഞത് 50 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് ആയിരിക്കും. വിശാലമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ഇത് സാധിക്കും. ഇതിന്റെ മോഡുലാർ രൂപകൽപ്പന ദൗത്യ ആവശ്യകതകളെ ആശ്രയിച്ച് വ്യത്യസ്ത പേലോഡുകൾ ഘടിപ്പിക്കാൻ സാധിക്കും. ഇൻഫ്രാറെഡ് സീക്കറുകൾ, അഡ്വാൻസ് ഗൈഡൻസ് പാക്കേജുകൾ, മറ്റ് സെൻസറുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും. വിപുലമായ പുനർ രൂപകൽപ്പന കൂടാതെ തന്നെ ഒരേ മിസൈൽ പ്ലാറ്റ്ഫോം ഒന്നിലധികം റോളുകൾക്കായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് തന്നെ. അതേപോലെ ഇത് ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കാനും തത്സമയ ചിത്രങ്ങളും ഡേറ്റയും വിക്ഷേപണ വിമാനത്തിലേക്ക് തിരികെ കൈമാറാനും ഇതിന് സാധിക്കും. ലക്ഷ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കമാൻഡ് പുറപ്പെടുവിക്കാൻ ഇതിന് കഴിയും. ഇത് ആക്രമണത്തിന് മേൽ യഥാർത്ഥ മാൻ ഇൻ ദ ലൂപ്പ് നിയന്ത്രണം പ്രാപ്തമാക്കുകയും ചെയ്യും. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ മിസൈൽ പുതിയ തലമുറയിലെ ബുദ്ധിപരമായ ആക്രമണ ആയുധങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഇവിടെ കൃത്യത, നിയന്ത്രണം, സ്ഥിരീകരണം എന്നിവ അസംസ്കൃത ഫയർ പവറിനെ പോലെ പ്രധാനമാണ്. വിജയിച്ചാൽ ഭാവിയിലെ സംഘർഷങ്ങളിൽ ശ്രദ്ധാപൂർവം നിയന്ത്രിതവും ഉയർന്ന ആഘാതകരവുമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വ്യോമസേനയുടെ കഴിവിൽ ഈ മിസൈൽ ഒരു കുതിച്ചുചാട്ടം തന്നെ കുറിക്കും. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.